നമസ്കാരം. ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രമായ മാധ്യമത്തിന്റെ ഓൺലൈൻ പതിപ്പിൽ ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു. മാധ്യമം ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മാധ്യമമാണ്. എന്നാൽ പോലും ഇന്ത്യയുടെ ലൈസൻസോടുകൂടി ഇന്ത്യൻ പത്ര മാധ്യമങ്ങളുടെയൊക്കെ തന്നെ അവർക്ക് കൊടുക്കേണ്ട ലൈസൻസും മറ്റ് ആനുകൂല്യങ്ങളും ഒക്കെ തന്നെ പറ്റിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പത്രമാണ് മാധ്യമത്തിന്റെ ഓൺലൈൻ എന്താണ് ഇങ്ങനെ ഒരു വാർത്ത കൊടുത്തത് എന്ന് സത്യം പറഞ്ഞാൽ ഈ വാർത്തയുടെ തലക്കെട്ട് കണ്ടപ്പോഴും അത് തുടർന്ന് വായിച്ചപ്പോഴും അത്ഭുതപ്പെട്ടു. മാധ്യമം ഇന്ത്യൻ പത്രമാണോ പാകിസ്ഥാൻ പത്രമാണോ എന്ന് ഒരു സംശയം തോന്നി. അതായത് 36 മണിക്കൂറിനുള്ളിൽ ഇന്ത്യ ആക്രമിക്കുമെന്ന് വിവരം ലഭിച്ചു എന്ന് പാക് മന്ത്രി, തിരിച്ചടിക്കുമെന്നും പ്രഖ്യാപനം. ഇതാണ് തലക്കെട്ട്. ഒന്നുകൂടി വായിക്കാൻ തലക്കെട്ട്. 36 മണിക്കൂറിനുള്ളിൽ ഇന്ത്യ ആക്രമിക്കുമെന്ന് വിവരം ലഭിച്ചു എന്ന് പാകിസ്ഥാൻ മന്ത്രി പറഞ്ഞതായുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ വളരെ പ്രാധാന്യത്തോടുകൂടി മാധ്യമത്തിൽ കൊടുത്തിരിക്കുന്നത്. 36 മണിക്കൂറിനുള്ളിൽ ഇന്ത്യ ആക്രമിക്കും എന്ന വിവരം ലഭിച്ചു എന്ന് പാകിസ്ഥാൻ ഇൻഫർമേഷൻ വകുപ്പ് മന്ത്രി അത്തൗള തരാർ പറഞ്ഞു. വിശ്വസനീയമായ രഹസ്യാന്വേഷണ വിവരം ലഭിച്ചു എന്നാണ് മന്ത്രിയുടെ പ്രസ്താവന. അടുത്ത 36 മണിക്കൂറിനുള്ളിൽ ആക്രമണം ഉണ്ടാവും എന്ന മുന്നറിയിപ്പാണ് തങ്ങൾക്ക് ലഭിച്ചത് എന്നും മന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ ആക്രമണത്തിന് തിരിച്ചടി നൽകും. മേഖലയിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഇന്ത്യയാണ് ഉത്തരവാദിയെന്നും അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാനും ഭീകരവാദത്തിന്റെ ഇരയാണ്. അതുമൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളുടെ വേദന ഞങ്ങൾക്കറിയാം. അങ്ങനെ നിരവധി തവണ അതിനെ ഞങ്ങൾ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. ലോകത്തെവിടെ ഭീകരവാദം ഉണ്ടായാലും അതിനെ തള്ളിപ്പറയുന്ന നിലപാടാണ് തങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് എന്നുമാണ് ഈ മന്ത്രി പറഞ്ഞത്. അത്തൗള തരാർ എന്നാണ് പാകിസ്ഥാൻ ഇൻഫർമേഷൻ മന്ത്രിയുടെ പേര്. എന്തായാലും അതൊരു വേശ്യയുടെ ചരിത്ര പ്രസംഗമായി മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. പക്ഷേ ഇത് വളരെ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തു. ഇപ്പോൾ പാകിസ്ഥാൻ മന്ത്രിയുടെ ഒരു പ്രസ്താവന റിപ്പോർട്ട് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അത് റിപ്പോർട്ട് ചെയ്ത രീതി, മാധ്യമം അതായത് ഇന്ത്യക്ക് ശക്തമായി തിരിച്ചടി കിട്ടുമെന്നും ഇന്ത്യ 36 മണിക്കൂറിനുള്ളിൽ പാകിസ്ഥാനെ ആക്രമിക്കും എന്ന് വിവരം ലഭിച്ചുവെന്നും പാക് മന്ത്രി പറഞ്ഞത് ഒരു ഇന്ത്യൻ മന്ത്രിയുടെ പ്രസ്താവന പോലെ, ഇന്ത്യൻ വിദേശകാര്യ മന്ത്രിയുടെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെയൊക്കെ തന്നെ പ്രസ്താവന പോലെ അദ്ദേഹത്തിന്റെ ഈ അത്തൗള തരാർ എന്ന് പറയുന്ന മന്ത്രിയുടെ ചിത്രം സഹിതമാണ് മാധ്യമം ഓൺലൈന് ഈ വാർത്ത നൽകിയിരിക്കുന്നത്. ഇവിടെ പല മാധ്യമങ്ങളും, പേരെടുത്ത് പറയുന്നില്ല, അപ്പോൾ മാധ്യമമായാലും ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമമായാലും മീഡിയ വൺ എന്ന ചാനലായാലും കൈരളി TV ആയാലും ഒക്കെ തന്നെ സത്യം പറഞ്ഞാൽ പല ദേശവിരുദ്ധമായ വാർത്തകളും ഈ രീതിയിൽ വക്രീകരിച്ചും വികലമാക്കിയും കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് വാർത്ത പെട്ടെന്ന് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒന്നും തോന്നില്ല. പക്ഷേ അതിന്റെ ഉള്ളിൽ പരോക്ഷമായി തന്നെ ഇന്ത്യൻ നിലപാടുകളെ അല്ലെങ്കിൽ ഇന്ത്യൻ രീതികളെ ഒക്കെ തന്നെ പലപ്പോഴും ബുദ്ധിമുട്ടിക്കുന്ന പല നിലപാടുകളും ഇവരൊക്കെ തന്നെ കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ രീതിയിൽ ഇവർ പലപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഈ വാർത്തകളിൽ നിന്നൊക്കെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും ചിത്രങ്ങളിൽ നിന്നൊക്കെ വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. ഇതാണോ ഇന്ത്യൻ മാധ്യമധർമ്മം? ഇന്ത്യക്ക് രാജ്യത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, ഒരു ഭീകരാക്രമണം ഉണ്ടായി പാവപ്പെട്ട കുറെ ആളുകൾ മരിക്കുമ്പോൾ ആ ഭീകരവാദികളെ തള്ളിവിടുന്ന പാകിസ്ഥാൻ എന്ന രാഷ്ട്രത്തെ ന്യായീകരിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് സ്തുതി പാടുന്ന, അവരെ വെള്ളപൂശുന്ന, ഭീകരവാദത്തെ വരെ പച്ചയായി പരോക്ഷമായി വെള്ളപൂശുന്ന നിലപാടുകൾ പല മാധ്യമങ്ങളും, മലയാളത്തിലെ പല മാധ്യമങ്ങളും ഒക്കെ തന്നെ സ്വീകരിച്ചിട്ടുണ്ട് എന്നത് അത്യന്തം ഖേദകരമാണ്, വിഷമകരമാണ്, ദുഃഖകരമാണ്. ഇവിടെ കൃത്യമായി തന്നെ ഇന്ത്യൻ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് വകുപ്പ് ഈ വിഷയത്തിൽ ശക്തമായി താക്കീത്, മുന്നറിയിപ്പൊക്കെ തന്നെ രേഖാമൂലം ഇവർക്ക് നൽകിയിട്ടുണ്ട്. മാത്രമല്ല മിലിറ്ററി ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഏതെങ്കിലും തരത്തിൽ മാധ്യമങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ അവ പ്രസിദ്ധീകരിക്കരുത്, അവ സംപ്രേഷണം ചെയ്യരുത്, പ്രക്ഷേപണം ചെയ്യരുത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. അതൊന്നും ചെയ്യുന്നില്ലായിരിക്കും. പക്ഷേ ഇത്തരത്തിൽ വാർത്തകളെ വളച്ചൊടിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഇൻഫർമേഷൻ മന്ത്രി വലിയ പുള്ളിയാണ്, ഈയിടതൊക്കെ അറിഞ്ഞിരിക്കുന്നു, പാകിസ്ഥാൻ ഇന്റലിജൻസ് ഏജൻസികളൊക്കെ തന്നെ വളരെ ശക്തമായി പ്രവർത്തിക്കുന്നു, ഉടൻ തന്നെ ഇന്ത്യ ആക്രമിക്കും, ഉടൻ തന്നെ തിരിച്ചടിക്കും, ഇതാണ് എന്ന് പറഞ്ഞ് വാർത്തകൾ നൽകുന്ന, ചിലപ്പോൾ റോയിട്ടേഴ്സിൽ നിന്നോ മറ്റ് ഏജൻസികളിൽ നിന്നോ APയിൽ നിന്നോ ഒക്കെ തന്നെ കിട്ടിയതായിരിക്കാം. പക്ഷേ അത് ഇത്രയും പ്രാധാന്യത്തോടെ മലയാളത്തിൽ നൽകി പാകിസ്ഥാനെ പരോക്ഷമായി വെള്ളപൂശാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ പരോക്ഷമായി പാകിസ്ഥാനെ പിന്തുണ പ്രഖ്യാപിക്കാൻ ശ്രമിക്കുന്ന മാധ്യമം പോലെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ പത്രം കാണിക്കുന്നത്, അല്ലെങ്കിൽ ഈ മാധ്യമം കാണിക്കുന്നത് എത്രത്തോളം ശരിയാണ് എന്ന് അവർ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കേണ്ടതാണ്. ഇന്ത്യ ഇത്രയും വലിയൊരു ബുദ്ധിമുട്ടിൽ നിൽക്കുമ്പോൾ രാജ്യത്തിനൊപ്പം നിൽക്കേണ്ടതിന് പകരം മറു രാജ്യത്തിനൊപ്പം നിൽക്കുന്ന, ശത്രു രാജ്യത്തിനും അവരുടെ നിലപാടുകൾക്കും ഭീകരവാദത്തിനും ഒപ്പം നിൽക്കുന്നത്, അതായത് പ്രത്യക്ഷമായിട്ട് അല്ലെങ്കിൽ പരോക്ഷമായിട്ട് ഒപ്പം നിൽക്കുന്ന രീതി മാധ്യമങ്ങൾ പിന്തുടരുന്നത് ഒരിക്കലും ആശാസ്യമല്ല, ഒരിക്കലും അനുവദനീയമല്ല, അത് അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്.
TRS ഹോസ്പിറ്റൽ, കിള്ളിപ്പാലം, തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.